ബാക്ക്വേർഡായി സൗന്ദര്യകാരി. പക്ഷെ എന്നാലും ആൾക്കാരിപ്പോ ഞാൻ നോക്കുന്നുണ്ട്, ചില അവിടെയൊക്കെ ഇങ്ങനെ പാർലർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവര് ഈ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അവിടുത്തെ കുട്ടികളിപ്പം പാർലറിൽ പോവാൻ തുടങ്ങി. അതൊരു പ്ലസ് പോയിന്റ് ആണ് എന്റെ നാട്ടിന് വേണ്ടിയിട്ട്. ഈ മുമ്പിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ബോളിവുഡിലെ സ്റ്റൈലൊക്കെ ഉണ്ടാവല്ലോ, ഫിലിം സ്റ്റാർസിന്റെ സ്റ്റൈൽസ്, അത് കാര്യമായിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ചെയ്യാം. അങ്ങനെ ഏറ്റവും അടുത്ത കാലത്ത് നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ സ്റ്റാർസിന്റെ സ്റ്റൈൽസ് നമ്മൾ ഉപയോഗിക്കുക, അതേതെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാറ്റം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫ് ഒരു ഡിസിപ്ലിൻ. നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മാറ്റം ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നടിയുടെ ഏതെങ്കിലും ഫിലിമിൽ കൊണ്ടുവന്ന ഒരു സ്റ്റൈൽ അതിപ്പോ നമ്മൾ കുട്ടികൾ ഫോളോ ചെയ്യുക? ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ കരീന കപൂർ, ആ ഒരു കരീന കപൂർ ഇപ്പൊ എങ്ങനെയാണ് ഡ്രസ് ചെയ്യുന്നത്, എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്, അല്ല എങ്ങനെ മേക്കപ്പ് പറഞ്ഞാൽ അവരൊക്കെ ബോൺ സുന്ദരികളാണ്. അതുകൊണ്ട് മേക്കപ്പിന് അത്ര ഇതില്ല. എന്നാലും ആൾക്കാർ കുറെയൊക്കെ നമ്മളവിടെ ബോംബെയിലൊക്കെ ഭയങ്കര ട്രെൻഡാണ് ഈ ബോളിവുഡ് സ്റ്റാറിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഡയറ്റ് ഇവര് കാരണം നമ്മളും കുറച്ച് ഡയറ്റൊക്കെ സൂക്ഷിച്ച് കഴിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഇപ്പോൾ 0 ഷുഗർ വേണം. എത്ര പ്രായമായാലും അവർക്ക് 0 ഷുഗർ വേണം. അത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അത് അതിനുവേണ്ടി ആൾക്കാർ പ്രയാസപ്പെടുന്നുണ്ട്. കോസ്റ്റ്യൂംസിലും അതിപ്പം അവരവരുടെ ഇഷ്ടമല്ലേ, എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോ ഏജിന് വളരെ സൂട്ട് ആവുന്ന, ഓരോ മേക്കപ്പിന് വളരെ സൂട്ട് ആവുന്ന കോസ്റ്റ്യൂംസ് ഉണ്ടാവില്ല, അതിലൊരു ശ്രദ്ധ വളരെ ആവശ്യമാണ് അല്ലെ? പിന്നീട് ഈ ഒരു ഫിലിം സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു യൂത്തിന്റെ ഒരു മേക്കപ്പ്, അത് തന്നെയാണ് ഒരു ഏജിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താറുണ്ടോ? യൂത്തിന് കൊടുക്കുന്ന മേക്കപ്പ് തന്നെയാണ് കുറെ കൂടെ ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യേണ്ടത്. അവരെല്ലാവർക്കും ഈ ഒരേ മേക്കപ്പ് ചെയ്യാൻ പറ്റും, അതിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഏജ് ആയിട്ടുള്ള ആളുകൾ മേക്കപ്പിൽ കൺട്രോൾ ചെയ്യണം? കുറെ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിന്റെ മാറ്റങ്ങൾ? അതിന്റെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഇതിലൊരു ബ്യൂട്ടി കൺസെപ്റ്റ്, ഇതില് കുറച്ച് നമുക്ക് പഠിക്കേണ്ടി വരും. അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ അത് നമുക്ക് തീർച്ചയായും മാറ്റാൻ പറ്റും. യങ്സ്റ്ററിന് നമുക്ക് വേണമെങ്കിൽ ഓൾഡ് ചെയ്യാൻ പറ്റും, ഓൾഡ് ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ആക്കാൻ പറ്റും. മേക്കപ്പ് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഒരു മേക്കപ്പ്, പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ, പെൺകുട്ടികളെന്ന് മാത്രം പറയുന്നില്ല, ആൺകുട്ടികളും എല്ലാവരും ഈ കെമിക്കൽസ് ഇങ്ങനെയുള്ള മേക്കപ്പ് ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്കിന്നിനൊക്കെ അഫക്ട് ചെയ്യുന്നത് തീർച്ചയായും ഉണ്ടാക്കുന്നത്. അതെന്താണ് അങ്ങനെ? അത് ഇവർ കൂടുതൽ അറിയാണ്ട് ഇപ്പം ഏത് കടയിൽ നിന്ന് എങ്ങനെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കോസ്മെറ്റിക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അറിയാതെ, ഇത് അതിനെപ്പറ്റി കൂടുതൽ നോളേജ് ഇല്ലാത്ത കാരണമാണ് ഇതൊക്കെ അഫക്ട് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അവർക്ക് അത് അറിയില്ല, എവിടുന്ന് വാങ്ങിക്കണ്ടേ, എവിടുന്ന് അതിന്റെ അവരെ കൺസൾട്ടന്റിനെ പറ്റി കൂടുതൽ അറിയില്ല. ഇത് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ചില ഇപ്പൊ പാർലറിൽ പോലും ഞാൻ കണ്ടൊരു സംഭവമാണ്. ഇങ്ങനെ ഈ വളരെ വളരെ പറഞ്ഞാൽ ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് തന്നെ പറയാം, അങ്ങനത്തെ കുറെ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ നമ്മൾ നക്കി പറയും ഈ അവിടെയൊക്കെ, ഇവിടെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പറയാം, ഡ്യൂപ്ലിക്കേറ്റ് കോസ്മെറ്റിക്സ് ഒക്കെ വളരെ വളരെ ഈസിലി കിട്ടുന്നുണ്ട്. അത് കാരണം സ്കിന്നിനെ കൂടുതൽ എഫക്ട് ചെയ്യുന്നു. ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരുള്ള ലോകത്താണ് മാഡം ജീവിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ സന്തോഷം ഉണ്ടാവും ഈ സൗന്ദര്യമുള്ള മുഖലാളെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു പ്രസൻസിന് ഞങ്ങളോടൊപ്പം വന്നതിന്, നമുക്ക് വേണ്ടി ചില ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തന്നെ വളരെ സന്തോഷം. പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്.